നമുക്കായി ജീവനെ നൽകി മഹത്തരമാകുമീ ബലിവേദിയിൽ. പുണ്യസ്മരണയിലൊരഞ്ജിതര അർപ്പിതരാകാം കൂദാശയിൽ. അൾത്താരയിൽ അനുരാഗമോടി അണിചേർന്നിടാം അൾത്താരയിൽ അനുരാഗമോടി അണിചേർന്നിടാം ബലിയിടാം. നൊവേനായിട്ട് നടത്തുന്നവർ കോളാട്ടുകുടി ഏലിയാക്കുട്ടി, തോട്ടക്കഥ ജോസ് ജോഫിസ് ജോയൽ, തോട്ടക്കഥ മറിയക്കുട്ടി, തോട്ടക്കഥ സേവ്യർ, തോട്ടക്കഥ ഡേവിസ്, കടയിലാൻ സെബാസ്റ്റ്യൻ, വടക്കേടാൻ കുട്ടപ്പൻ, വടക്കേടാൻ രജീവ്, ചുറ്റുപറമ്പൻ പൈലി ത്രേസ്യാക്കുട്ടി, ചുറ്റുപറമ്പൻ പൗലോസ് നോബിൾ ദീപ, ചുറ്റുപറമ്പൻ ചെറിയ ത്രേസ്യാക്കുട്ടി, അലൻ വിൻസെന്റ് കോളാട്ടുകുടി, മിയ റോയ്സൻ കോളാട്ടുകുടി, കുമാരി ബാബു പോക്കാട്ട്, ശശി പോക്കാട്ട്, പൈനാടത്ത് ആനീസ്, മെഡോറ സിജു പൈനാടത്ത്, മൂന്നേരി അഗസ്തി ഏലിയ, സിമി ജോയ് കിലുക്കൻ ജോഷി, ഷിബ ജെയിംസ് തിരുതനത്തിൽ, സിജു മൂന്നേലി, വത്സൽ സ്റ്റീഫൻ കണ്ടമംഗലത്താൻ, കാഞ്ഞിപ്പറമ്പൻ ജെബി ജോസ്ലിൻ ജുവൻ, കാഞ്ഞിപ്പറമ്പൻ ജെൻസൺ ദിയ നിയ, ജോഹാൻ സജി തോട്ടകര, കൊട്ടക്കാലി അനൂപ് ജോനാസ്, കൊട്ടക്കാലി ആന്റണി അരുൺ അഞ്ജു, തിരുതനത്തിൽ ജസ്റ്റിൻ, മദത്താൻ ദേവസിക്കുട്ടി. എല്ലാവരെയും എല്ലാറ്റിനെയും ഒരുപോലെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവൻ, സർവശക്തങ്ങളുടെയും സർവദാനങ്ങളുടെയും ഉറവിടമായവൻ, പരിശുദ്ധനായവൻ ഇതാ നമ്മുടെ നേതൃത്വങ്ങൾക്ക് മുമ്പിൽ സന്നിഹിതനാകുന്നു. പുണ്യനിമിഷങ്ങളിലേക്കാണ് സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ദിവ്യ സ്നേഹമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ ആഴം അനുഭവിക്കാൻ ഈ തിരുബലിയിൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഈ വിധവയുടെ കാണിക്കയെ വില കൽപ്പിച്ചവനെ ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ഇന്നിന്റെ അധ്വാനവും നാളിന്റെ പ്രതീക്ഷയും നാഥ സ്വീകരിക്കണമേ. രോഗികളെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഇന്നേ ദിനത്തിൽ ഞങ്ങളുടെ ഇടവകയിലും പ്രത്യേകിച്ച് ചെറുപുഷ്പ യൂണിറ്റിൽ രോഗികളായി കഴിയുന്നവരെയും പലവിധ രോഗങ്ങളാൽ മാനസികമായും ശാരീരികമായും വേദന അനുഭവിക്കുന്നവരെയും അങ്ങയുടെ സൗഖ്യത്തിന്റെ കരത്താൽ അനുഗ്രഹിക്കണമേ. മാറാരോഗങ്ങളാലും സഹജമായ അസുഖങ്ങളാലും ആശുപത്രികളിലും ഭവനങ്ങളിലുമായി കഴിയുന്നവരെ സൗഖ്യദായക ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ. ഇന്നേ ദിവസം മേരിഗിരി ഇടവക ജനത്തിനായി വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ഹോർമിസ് തോട്ടകഥ അച്ഛനെയും ഞങ്ങളുടെ സ്നേഹ ബഹുമാനപ്പെട്ട വികാരി അച്ഛനെയും സിസ്റ്റേഴ്സിനെയും അങ്ങയുടെ കൃപാവർഷം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. നാഥ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്കായിട്ട് ബലിയർപ്പിക്കുക ഹോർമിസ് തോട്ടങ്കര അച്ഛനാണ്. അച്ഛനെന്ന ജന്മദിനത്തിൻ്റെ ആഘോഷം നമ്മളുമായി പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ് ഇന്ന് വന്നിരിക്കുക. ഇന്ന് അച്ഛൻ്റെ ജന്മദിനമാണ്, ഈ ലോകത്തിൽ കടന്നു വന്ന ദിവസം. ഒത്തിരി സന്തോഷമാണ് ഈ അൾത്താരയിൽ ഇന്നേ ദിവസം ഈ നൊവേന നടത്തുവാനായിട്ട്. അച്ഛൻ ഇന്ന് ഉച്ചയോടി ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ആവശ്യപ്പെടുന്നത്, നൊവേന ചെല്ലാമോ, കുർബാന ചെല്ലാമോ. ഇടവകയുടെ കാരൻ എന്നുള്ള വിധത്തിൽ ഒത്തിരി സന്തോഷത്തെ ഏറ്റെടുത്തുകൊണ്ടാണ് അച്ഛൻ നമ്മുടെ മുന്നിൽ നിൽക്കുക. തമ്പുരാൻ ഒത്തിരി അനുഗ്രഹങ്ങൾ ഹോർമീസ് അച്ഛന് നൽകട്ടെ എന്ന് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ അച്ഛൻ്റെ ജന്മദിനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സൗരഭ്യം പരത്തുവാനായിട്ട് ഇപ്പോൾ കൈക്കാരൻ ജോർജ് വരോട്ടുകൂടി ചേട്ടൻ ഇപ്പോൾ അച്ഛന് പൂ നൽകി ആദരിക്കും. പുറത്ത് നിൽക്കുന്നവർ അകത്ത് കസേരയുണ്ട്, കസേരയിൽ വന്നിരിക്കുക. ബെഞ്ചിൽ 2 പേർ മാത്രമേ ഇരിക്കാവൂ. കസേര ഈ ഭാഗത്ത് കസേരയുണ്ട്, കസേരയിൽ വന്ന് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പുറകിൽ നിൽക്കുന്നവരോട് കൂടിയാണ് പറയുന്നത്. നമുക്ക് ബലി ആരംഭിക്കാം. പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്.
ഈ തിരുബലി അർപ്പിക്കാനായിട്ട് ഇടയാകുന്ന ഒരു അനുഗ്രഹത്തിന് അനുഭവമായിട്ട് അച്ഛൻ കാണുകയാണ്. അച്ഛൻ്റെ ബർത്ത്ഡേ ആഘോഷം യാതൊരു ആഘോഷവും ഇല്ലാതെ അച്ഛൻ്റെ പള്ളിയിൽ പോയി ചെമ്പ് പള്ളിയിലാണ്. ചെമ്പ് പള്ളിയിലെ കുർബാന കഴിഞ്ഞ ഉടനെ തന്നെ അച്ഛൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി ഓടിച്ചത് ഇന്നലെ അച്ഛൻ കാണാനിടയായ വളരെ നൈരാശ്യവും വലിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരൻ അച്ഛനെ കാണാൻ വന്നവനെ ഒരു 50 കിലോമീറ്റർ അകലെ അവൻ്റെ വീട്ടിൽ പോയി അവനെ ഒന്ന് കാണാൻ വേണ്ടിയാണ്. ബർത്ത്ഡേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവമായിട്ട് അച്ഛൻ തോന്നി. പിന്നീട് രോഗിയായ ഒരു വൈദികനെ കാണാൻ പോയി. അതിനുശേഷം ബർത്ത്ഡേ ആഘോഷം അച്ഛൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ അച്ഛന് ജന്മം നൽകിയ അപ്പൻ്റെ അമ്മയുടെയും കുഴിമാടത്തിൽ വന്ന് ഒന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അച്ഛൻ ഏറ്റവും വലിയ ആഘോഷം. അച്ഛൻ വീട്ടിൽ പോലും അറിയിച്ചിരുന്നില്ല വരുമെന്ന്. കാരണം അങ്ങനെ ഒരു ആഘോഷം ഒരുക്കും ആഗ്രഹിക്കാത്തതുകൊണ്ട് തന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബലി അർപ്പിക്കാനിടയാവുക എന്നുള്ളതാണ്. ഇന്ന് ചോലൂഷ്പൻ കൂടിച്ചാണ് നേതൃത്വം നൽകുക കുർബാനയ്ക്ക്. ഇന്ന് രോഗികൾക്ക് വേണ്ടിയാണ് നാം പ്രത്യേകം പ്രാർത്ഥിക്കുക. നമുക്കറിയാം, കഴിഞ്ഞ 2.5 കൊല്ലമായിട്ട് മരണത്തിൻ്റെ താഴ്വരയിലാണ് നമുക്ക് ജീവിക്കുക. ഏറെ കുടുംബങ്ങളിൽ കൊറോണയുടെ പലതരത്തിലുള്ള രോഗഭേദങ്ങൾ, അതോട് ബന്ധപ്പെട്ടുള്ള വിഷമതകളൊക്കെ വലയം ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാം അനുഗ്രഹമാക്കി മാറ്റാൻ, എല്ലാം വിശ്വാസത്തോടെ സ്വീകരിക്കാൻ ഈ തിരുവലി സഹായകമാകുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
പൂജ്യമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്നത് പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ലോകത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് ഞാൻ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ, നിൻ സ്തുതി പാടും. അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ. നാദം മഹിമ നിറഞ്ഞവൻ. പാരം സുസ്ഥിരമെന്നും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിഞ്ഞുകൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവ്വാധിപനാഥനാഥേ, നിൻ സ്തുതി ഞങ്ങൾ പാടും. ഈശോനാഥാവിനയമോടെ നിന്നെ നാം വിളിച്ചുകൊണ്ടിരിക്കുന്നു. നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. അങ്ങയെ ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ.
സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സമരീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനർത്ഥവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മധുര സ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ വായന 2-ാം അധ്യായം 37 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ ആശീർവദിക്കണമേ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറങ്ങി പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദുരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കളയിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷി നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് തങ്ങളെ തന്നെ രക്ഷിക്കുവിൻ എന്ന് ഉപദേശിക്കുകയും ചെയ്തു. അവന്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. എല്ലാവരിലും ഭീതി ഉളവായി. അപ്പോസ്തലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാകുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറുക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സമൃദ്ധിക്ക് പാത്രമാവുകയും ചെയ്തു. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ അനുദിനം ചേർത്തുകൊണ്ടിരുന്നു. വചനം, യേശുവിൻ വചനം, ജീവൻ പകർന്നിടാൻ ദൈവവചനം. കാതോർത്തിടാമെന്നും മനം തുറന്നിടാം യേശുവിൻ വചനം, സ്നേഹത്തിൻ വചനം. ഹല്ലേലൂയ ഗീതം പാട്ടുപാടി മാലാഖമാരോട് ചേർന്നു പാടാം. ഹല്ലേലൂയ ഗീതം പാട്ടുപാടി മാലാഖമാരോട് ചേർന്നു പാടാം. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ ശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെ തിരുവചനങ്ങൾ. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും.
അവനത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. ആത്മാവ് അതുവരെ നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. എന്നാൽ യേശു അതുവരെ മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട അച്ഛൻ വിശുദ്ധ ഗ്രന്ഥം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുവിശേഷ രീതികൾ കേട്ട് അതിൽ പങ്കുചേർന്ന് അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ 2-3 വാക്കുകൾ അച്ഛൻ്റെ മനസ്സിലേക്ക് വന്നു. അതിലൊന്ന് ചെറുപുഷ്പം യൂണിറ്റ് എന്നുള്ളത്, മറ്റൊന്ന് വികാരിച്ചൻ കൈകാരൻ ഒരു പുഷ്പം കൊടുത്ത് അച്ഛനെ എന്നെ വിഷയുന്നുള്ളത്. ഈ വാക്കുകൾ അച്ഛനെ എത്തിച്ചത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ കേൾക്കാനിടയായ ഒരു സംഭവത്തെക്കുറിച്ചാണ്. ആ സംഭവം എങ്ങനെയാണ്? ജർമ്മനിയിലെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ എന്ന് പറഞ്ഞാൽ 2ാം ലോകമഹായുദ്ധത്തിൽ ഹിറ്റ്ലറുടെ ഭീകരവാഴ്ചയുടെ കാലത്ത് ഹിറ്റ്ലറിനോട് അനുഭാവം പുലർത്താത്ത, അല്ലെങ്കിൽ ആ സംവിധാനത്തോട് വേണ്ടത്ര കൂറ് പുലർത്താത്തവരെയൊക്കെ ഗ്യാസ് ചേമ്പറിലടച്ച് കൊന്നുകളയുന്ന രീതി, പ്രത്യേകിച്ചും യഹൂദരുണ്ട്. അത്തരത്തിൽ ഒരു ദിവസം അവിടെ ഒരു ആർമി ഓഫീസർ വളരെ പേര് ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുവന്നിട്ട് ഒരു ആർമി ഓഫീസർ അതിലെ ഒരംഗമായി ചേരാനായിട്ട് തയ്യാറായതിൽ കിടക്കുകയും വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ക്യാമ്പിലുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പിലുള്ള ആളുകൾ ചോദിച്ചു, സാറെന്താണ് ഇവിടെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു പെൺകൊച്ച് പറ്റിച്ച പണിയാണ്. എന്താണ്? ഒരു പെൺകുട്ടി ഈ ആർമി ഓഫീസറുടെ മുമ്പിലേക്ക് ഒരു ദിവസം ചെന്നു, ഒരു മനോഹരമായ റോസാപ്പൂവുമായിട്ട്. എന്നിട്ട് ഈ ആർമി ഓഫീസറോട് പറഞ്ഞു, ഹാപ്പി ബർത്ത്ഡേ ടു യു സർ. അപ്പോൾ ഈ ആർമി ഓഫീസർ പറഞ്ഞു, ഇന്ന് എൻ്റെ ബർത്ത്ഡേ അല്ല, പിന്നെ നീ എന്താണ് എനിക്കിങ്ങനെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവൾ പറഞ്ഞു, സാറിൻ്റെ ബർത്ത്ഡേ അല്ല, എൻ്റെ ബർത്ത്ഡേ ആണ്. നിന്റെ ബർത്ത്ഡേക്ക് എന്നെ വിഷ് ചെയ്യുന്നത് എന്തിനാണ്? അദ്ദേഹം ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. എന്താണ് നിൻ്റെ അമ്മ പഠിപ്പിച്ചിരിക്കുന്നത്? എൻ്റെ ബർത്ത്ഡേക്ക് എന്നെ വിഷ് ചെയ്യണമെന്നാണ്. അപ്പോൾ പറഞ്ഞു, അല്ല സാറേ, എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് നിന്റെ ബർത്ത്ഡേയുടെ ദിവസം നിനക്ക് ഏറ്റവും അധികം വെറുപ്പ്, ഒരു തരത്തിലും ക്ഷമിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരാളുടെ അടുത്ത് പോയി ആ ആളോട് എല്ലാം ക്ഷമിച്ച് സ്നേഹത്തോടെ ആ ആൾക്ക് ഒരു പൂ നൽകാൻ പറ്റണം. എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച ആ കാര്യം ഞാൻ ഓർത്തു, അതുകൊണ്ടാണ് ഞാൻ സാറിനെ തേടി വന്നത്, സാറിന് വിഷ് ചെയ്തത്. അപ്പോൾ അയാൾ ചോദിച്ചു, ഞാൻ നിന്നെ കണ്ടിട്ടില്ല, നിന്നെ അറിയില്ല, എന്നിട്ട് നീ എന്നെ വെറുക്കാനിടയാകുന്ന എങ്ങനെയാ? ഈ ലോകത്തെ ഏറ്റവും അധികം നീ വെറുക്കുന്നയാള് ഞാനാണെന്ന് പറയുന്നത് എങ്ങനെയാ? ഏറ്റവും ക്ഷമിക്കാൻ പറ്റാത്ത ആള് ഞാനാണെന്ന് പറയുന്നത് എങ്ങനെയാ? അവൾ പറഞ്ഞു, സാറ് എന്നെ അറിയില്ലെങ്കിൽ ഞാൻ സാറിനെ അറിയും. അദ്ദേഹമാകെ അസ്വസ്ഥനായി. എന്താണ്, എങ്ങനെയാണ്? അപ്പോഴവള് വേറെ വേദനയോടെ ഒരു കഥ പറഞ്ഞു. കഥ ഇങ്ങനെയാണ്, ഒരു ദിവസം ഞാൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ സാർ എൻ്റെ വീട്ടിൽ വന്നു. ആർമി പട്ടാള ഓഫീസറുടെ യൂണിഫോമിലാണ് വന്നത്. എന്നിട്ട് ചോദിച്ചു, നിന്റെ പപ്പ എവിടെയാണ്? അപ്പോൾ ഞാൻ ആകെ പേടിച്ചു. ആദ്യമായിട്ട് പട്ടാളക്കാരനെ കാണുകയാണ്. ഞാൻ പേടിച്ചു വിറച്ച്, ഡാഡി അകത്തുണ്ട് എന്ന് പറഞ്ഞു. ഡാഡി വിളിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡാഡി, ഒരു പട്ടാളക്കാരൻ വന്നെങ്കിൽ ഡാഡി അന്വേഷിക്കുന്നു. ഡാഡി ഞാനും കൂടി മുറിക്കകത്തേക്ക് വന്നു. വന്നപാടെ സാറിൻ്റെ കയ്യിൽ നിന്ന് തോക്ക് എൻ്റെ പപ്പയുടെ ഡാഡിയുടെ നേരെ ചൂണ്ടി എൻ്റെ പപ്പയെ വെടിവെച്ചിട്ടു. ഞാൻ ആകെ തകർന്നു. സ്വരം കേട്ട് എൻ്റെ മമ്മി വന്നു. രണ്ടാമതായി സാർ നിലവിളിച്ച് എൻ്റെ മമ്മിയുടെ നേരെയാണ്. എൻ്റെ മമ്മിയുടെ മാറോട് അള്ളി പിടിച്ചിരുന്ന എൻ്റെ കൊച്ചനിയനെ പോലും സാർ വെറുതെ വിട്ടില്ല. ഞാൻ പേടിച്ചോടി അകത്തേക്ക് ഓടി. ഞാൻ കട്ടിലിൻ്റെ അടിയിൽ ഒളിച്ചിരുന്നു.
സാറ് പിന്നെ എന്നത്തേക്ക് വീട് മുഴുവൻ പള്ളി നടന്നു, എന്നെ കണ്ടെത്താൻ പറ്റിയില്ല. സാറ് വലിയ മനുഷ്യനെ കൊച്ചു കുട്ടിയാൽ കട്ടിലടിയിൽ ഒഴിച്ചിട്ട് രക്ഷപ്പെട്ടു. പക്ഷേ എനിക്ക് ഭൂമിയിൽ സ്വന്തമായ ആരുമില്ലാതായി. എന്തായാലും ഞാൻ വളർന്നു. ഇന്ന് ഞാൻ വലിയ കുട്ടിയാണ്. എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ ഓർത്തു. അതെ, അതുകൊണ്ടാണ് ഞാൻ വന്നത്. വീണ്ടും അവൾ ഹാപ്പി ബർത്ത്ഡേ ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുഷ്പം നീട്ടി. അദ്ദേഹത്തിന് അത് വാങ്ങാതിരിക്കാൻ നിവൃത്തിയില്ലായിരുന്നു. അന്ന് അയാൾ തീരുമാനിച്ചില്ല, എൻ്റെ ഈ പാതകങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഞാനൊരു അംഗമായി ചേർന്ന് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഈ ക്യാമ്പിൽ വന്നത് എന്ന് ഈ പട്ടാള ഓഫീസർ തൻ്റെ കൂടെയുള്ളവരോട് പറയുകയായിരുന്നു. ഈ കാര്യം വികാരിച്ചൻ പറഞ്ഞു തന്ന അവിടുത്തെ പൂവും ഈ ചെറുപുഷ്പം എന്നുള്ള യൂണിറ്റിൻ്റെ പേരും കൂടി ചേർത്ത് വെച്ച് സുവിശേഷ ഗ്രന്ഥം ഉയർത്തിപ്പിടിച്ചപ്പോൾ അച്ഛൻ്റെ മനസ്സിലേക്ക് വന്നത് പങ്കുവെച്ചത് മാത്രം. പ്രിയപ്പെട്ടവരെ, അത് ലേഖനത്തിലെ ആദ്യ വാക്കുകൾ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും അപ്പസ്തോലന്മാരോടും ചോദിച്ചു. ആ വചനമാണ് ഈ സുവിശേഷ ഭാഗം എടുത്തു വായിക്കാൻ അച്ഛനെ പ്രേരിപ്പിച്ചത്. പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗമാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ മുകളിലത്തെ മുറിയിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന പത്രോസ് മറ്റ് അപ്പസ്തോലന്മാരോടൊപ്പം എല്ലാവരോടുമായിട്ട് കർത്താവിൻ്റെ വചനം പറയുമ്പോൾ ആ ആദ്യത്തെ പ്രസംഗം കേട്ട ആളുകൾ പത്രോസിനോട് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുക, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. തിരുനാൾ ദിനങ്ങൾ നമ്മെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കാനുള്ള ദിനങ്ങളാണ്. നാം അതിനുവേണ്ടി ഒരുങ്ങാനുള്ള ദിനങ്ങളാണ്. അതുകൊണ്ടാണ് അച്ഛൻ അത്തരത്തിലൊരു വചനം ഇന്ന് എടുത്തു വായിച്ചത്. എൽത്താലിൽ നിന്നപ്പോൾ അച്ഛൻ വീണ്ടും മനസ്സിലേക്ക് ഒരു കൊച്ചു ചിന്ത കൂടി വന്ന് അച്ഛൻ പങ്കുവയ്ക്കുകയാണ്. എൽത്താലിയോട് അച്ഛൻ വലിയ കടപ്പാട് തോന്നിയെന്നോ നിങ്ങൾ അച്ഛൻ പലപ്പോഴും അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് കർത്താവ് ഓർമ്മിപ്പിച്ചത് ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് 38 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം എൽത്താലിയിൽ നിന്ന് തിരുനാളിൻ്റെ ദിനത്തിൽ പ്രസംഗം പറഞ്ഞ് അച്ഛൻ വീട്ടിൽ ചെന്നപ്പോൾ അച്ഛൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യം അച്ഛൻ വളരെ ചിന്തിപ്പിച്ചതാണ്. അന്ന് അച്ഛൻ മോട്ടോർ സൈക്കിളൊക്കെ ഓടിക്കുന്ന കാലമായിരുന്നു. ഇന്നും അമ്മമാർക്കുള്ളതിനേക്കാൾ പേടിയായിരുന്നു അന്ന് അമ്മമാർക്ക് മക്കൾ മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ. ഇന്ന് പിന്നെ 7ാം ക്ലാസ് ആകുമ്പോൾ മുതലേ നാഷണൽ ഹൈവേയിലൂടെ പോകാൻ പോലും പിള്ളേർ തയ്യാറാവില്ലേ? ആ കാലമാണ്. അന്ന് അങ്ങനെയൊന്നുമല്ല. എന്തായാലും അച്ഛൻ മൂത്ത മകനായ ഞാൻ വണ്ടി ഓടിക്കുന്നതിനെക്കുറിച്ച് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ അന്ന് ഈ പള്ളിയിലെ പ്രസംഗം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ അമ്മ അച്ഛനോട് പറഞ്ഞു, മോനെ, അമ്മയുടെ പേടിയൊക്കെ മാറി. ഞാൻ ചോദിച്ചു, എന്ത് പേടിയാണ് മോനെ? നീ മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ അമ്മയ്ക്ക് എന്നും പേടിയായിരുന്നു, ഇന്ന് പേടിയൊക്കെ മാറി. അതെങ്ങനെയാണ്? ഇന്ന് നീ പള്ളിയിൽ വെച്ച് പറഞ്ഞില്ലേ വിശ്വാസത്തെക്കുറിച്ച്? അന്ന് അച്ഛൻ്റെ മോട്ടോർ സൈക്കിളിൻ്റെ താക്കോൽ ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന വ്യക്തിയാണ്, എൻ്റെ ഈ താക്കോലിട്ടാണ് വണ്ടി സ്റ്റാർട്ടാകുന്നത്. ഈ താക്കോൽ തുമ്പിൽ ഉൾപ്പെടെ എന്നെ കാക്കുന്ന പരിപാലിക്കുന്ന തമ്പുരാൻ്റെ സാന്നിധ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു അടിപൊളി പ്രസംഗമാണ് പറഞ്ഞത്. അത് കേട്ടതോടെ അമ്മയുടെ പേടിയൊക്കെ മാറി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ, വേദനകൾ, രോഗങ്ങൾ എല്ലാറ്റിൽ നിന്നും നാം മോചനം പ്രാപിക്കാൻ, നാം സൗഖ്യം പ്രാപിക്കാൻ, എല്ലാത്തരം രോഗങ്ങൾ, ഏറ്റവും പ്രത്യേകിച്ച് വെറുപ്പിൻ്റെ, വൈരാഗ്യത്തിൻ്റെ, പ്രതികാര ചിന്തയുടെ, നിരാശയുടെ ഒക്കെ അവസ്ഥയിൽ നിന്ന് മോചനം പ്രാപിക്കാൻ നമുക്കുള്ള ഏറ്റവും വലിയ ഇടം താഴെയാണ്. ഈ ബലി അത്തരത്തിൽ സമ്പൂർണ്ണ സൗഖ്യം പ്രാപിക്കാൻ എല്ലാവർക്കും സഹായമാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. നല്ല ദൈവമേ, ചെറുപുഷ്മ യൂണിറ്റിലെ എല്ലാ കുടുംബങ്ങളെയും അവരുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളെയും അങ്ങേ മുമ്പിൽ സമർപ്പിക്കുന്നു. അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൗഖ്യദായക, രോഗികളായ ആശുപത്രികളിലും ഭവനങ്ങളിലുമായിരിക്കുന്ന എല്ലാവർക്കും അങ്ങയുടെ സൗഖ്യത്തിന്റെ കരസ്പർശം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്നേ ദിവസം പലവിധ കാരണങ്ങളാൽ ഈ ദിവ്യബലിയിൽ സംബന്ധിക്കാൻ കഴിയാത്തവരെ കാക്കണമേ. എല്ലാ കൃപകളും നൽകി അവരെ സംരക്ഷിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യപുരോഹിത, ഞങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് സഹായിക്കുന്ന എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും പ്രത്യേകമായി ഞങ്ങൾക്കായി ബലി അർപ്പിച്ച ഹോർമീസ് തോട്ടക്കര അച്ഛനെയും അങ്ങേ കാരണത്തിന്റെ കരനീട്ടി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ലോകത്തിന്റെ പ്രകാശമായ അങ്ങയുടെ തിരുക്കുമാരനെ യാത്രയാക്കിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. വിശ്വാസത്തിന്റെ കൂദാശയായ മാമോദീസായുടെ ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ മിശിഹായിക്ക് സജീവ സാക്ഷ്യം വഹിച്ചുകൊണ്ട് അവിടുത്തെ ആത്മീയ പ്രകാശം എങ്ങും പ്രസരിപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ചു വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നു. പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അതിൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവയ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായി ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അതിനാൽ കർത്താവേ, അങ്ങയുടെ ദാനം ഞങ്ങളിൽ ഫലമണിയാൻ വരം തരണമേ. ഞങ്ങളെയും അങ്ങയുടെ സ്വന്തമായ ഈ ജനത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചുകയും ചെയ്യട്ടെ.
സ്പർശനം ഇന്നേകിടൂ ഞങ്ങൾ നിന്റേതായി മാറുവാൻ കൃപ തൂകിടൂ. അങ്ങേ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ വിലയിരുത്തുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത ശേഷം ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മിശിഹായുടെ മഹത്വമേറിയ രണ്ടാമത്തെ ആഗമനം വരെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അർപ്പിക്കപ്പെടണമെന്ന കൽപ്പനയനുസരിച്ച് വിശുദ്ധ ബലിപീഠത്തിന്മേൽ ഇവർ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടുകൂടെ അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആധ്യാത്മികവും മാനുഷികവുമായ ബലികൾ യഥാർത്ഥ വിശ്വാസത്തോടെ അങ്ങേക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ എൻ്റെ പിതാവെ, അങ്ങേ ഞാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളുടെ സ്തുത്യർഹവും പരിശുദ്ധവും
ജീവദായകവും ദൈവികവുമായ ഈ ബലി അങ്ങേക്ക് സമർപ്പിക്കുവാൻ പാപിയായിരുന്നിട്ടും എന്നെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യനാക്കി അങ്ങയുടെ അജഗണമായ ജനത്തിൻ്റെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ലോകം മുഴുവൻ്റെയും അനുരഞ്ജനത്തിനും എല്ലാ സഭകളുടെയും സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി ഞാനിവ അനുഷ്ഠിക്കുന്നു. കർത്താവെ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരന്റെ ഈ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകും. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അയോഗ്യരും പാപികളുമായിരുന്നിട്ടും അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളുടെ പരികർമ്മത്തിന് ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരൻ നിങ്ങൾ സമാധാനം ആശംസിക്കുവാൻ. അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാകണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുകർമ്മം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യവും മഹനീയവുമായ നാമം എല്ലാ ധരങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിലും
എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോമന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാറ് അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങളിപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ ഭക്ഷിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും അപ്രകാരം തന്നെ പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു.
നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുക. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്യും. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും പിതാവുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനായ മാർ ജോർജ് മെത്രാപ്പോലീത്തായ്ക്കും അതിരൂപതാധ്യക്ഷനായ മാർ ആന്റണി മെത്രാപ്പോലീത്തായ്ക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വേണ്ടി ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയെ പ്രീതിപ്പെടുത്തിയ നീതിമാന്മാരായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം പ്രതീക്ഷിക്കുന്ന ഈ സമൂഹത്തിൽ ഈ ഇടവക മുഴുവനും വേണ്ടിയും പ്രത്യേകമായി ഇന്നത്തെ നൊവേനേറ്റ് നടന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവനുമുള്ള കൊറോണ രോഗികൾക്ക് വേണ്ടിയും ബലഹീനരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ ഭക്ഷിപ്പിച്ചതുപോലെ ഈ തിരുശരീര രക്തങ്ങൾ വിശുദ്ധ ബലിപീഠത്തിൽ നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും ഈ സമർപ്പണം വഴി അങ്ങയെ പ്രസാദിപ്പിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഉപവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായിന്റെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധി നിൽക്കുന്നു. ഞങ്ങളുടെ രക്ഷകനാഥനുമായ ഈശോ മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസന്മാരുടെ കുർബാനയിൽ അവിടെ താമസിച്ചു
ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയും അങ്ങയെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യമായ ജീവിതത്തിൽ കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാർഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങയെ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂലാൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ മിശിഹായേ, അങ്ങയുടെ നാമത്തിന് എപ്പോഴും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാണ്. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. രണ്ടാമത്തെ ലോകനാശനത്തോടെ അപരാധം പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ടും സഹോദരികൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സംഘത്തെ നാഥനാഥനത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നവും കലങ്ങളും വിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുവിന് വിദ്വേഷം നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടുകൂടി ദൈവരഹസ്യങ്ങൾ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉറപ്പിനും ആത്മാക്കളെ രക്ഷിക്കും
കാരണമാകട്ടെ. ജീവന് കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും കുറ്റങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിർമ്മല ഹൃദയത്തോടും പ്രസന്നവദനത്തോടും മനോവിശ്വാസത്തോടും കൂടെ എപ്പോഴും അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഏകസ്വരത്തിൽ അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാക്കരുതേ. ദുഷ്ടാരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവദൈവത്തെ ഞങ്ങൾ പ്രകീർത്തിക്കുവിൻ. എല്ലാ നിമിഷവും എല്ലാ സമയം അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവേ ശോഭശഹായുടെ പ്രസാദവരും നാം എല്ലാവരെയും സമ്പൂർണ്ണമാകട്ടെ. സഹോദരി സഭരാജ്യത്തുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തപാനം ചെയ്യുവാനും തിരിച്ചു നിങ്ങളെ ക്ഷണിക്കുന്നു.
കർത്താവ് ദൈവത്തിന് സ്തുതികൃതനെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. നാളത്തെ ദിവസം നമ്മൾ ഔദ്യോഗികമായിട്ട് തിരുനാളിന് കൊടി കയറുന്ന ദിവസമാണ്. നാളെ വൈകിട്ട് ഫ്രോന ഇയരച്ചൻ പൂരക്കാട്ടിനച്ഛനാണ് നമുക്കായിട്ട് വൈകിട്ട് 6 മണിക്ക് കൊടികയറ്റം നടത്തുക. തുടർന്ന് കുർബാനയും മറ്റു കാര്യങ്ങളും നമ്മുടെ ഇവിടെ അംഗമായ ജോമോൻ പാലാട്ടി അച്ഛൻ ആണ് നടത്തുക. സെന്റ് തോമസ് യൂണിറ്റ് ആയിരിക്കും നാളത്തെ കുർബാനയും നോവനെയും ഏറ്റവും നടത്തുക. കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ഉള്ള പ്രാർത്ഥനയാണ് അവർ നടത്തുക. ഇന്ന് ജെറുസലേം യൂണിറ്റ് രോഗികൾക്ക് വേണ്ടി ആ ജെറുസലേം യൂണിറ്റ് നേതൃത്വത്തിൽ നമ്മൾ ഈ വിശുദ്ധ കുർബാനയും നോവനെയും ഒക്കെ നമ്മൾ നടത്തുകയുണ്ടായി. അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഇടവകയുടെ പേരിൽ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഒപ്പം ഓരോ സച്ചിനും നന്ദി അറിയിക്കുന്നു. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകും. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കുർബാന കടന്നു പ്രവർത്തിക്കും പാപോചനത്തിനും കാരണമാകട്ടെ. ഇനി ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ നടത്തിക്കൊടാം. നിത്യപുരോഹിതനായ ഈശോ അംഗീദാസനായ വിതരക്കാൻ യാഥാർത്ഥപരാധി അംഗീതരത്തിലമേ നൽകണമേ. അങ്ങേ പരിസമായ ശരീരത്തെ ദിവസം തുടക്കുന്ന ആടുപുഷ്പയുടെ കരങ്ങളെ മലിമാക്കാതെ കാക്കണമേ. അങ്ങ് വിലയിരുത്തിയെത്താൻ നലിയുന്ന അവിടെ നാവുകളെ നിർമ്മലമായ കാത്തോണമേ. ശ്രേഷ്ഠമായ പ്രവൃത്തിന്റെ മകരമുദ്ര പതിച്ചിരിക്കുന്ന അവിടെ ഹൃദയങ്ങളെ ലോകസ്നേഹിക്കുകയും വിശദമായ കാത്തുകയും ചെയ്യണമേ. അങ്ങ് ദിവ്യ സ്നേഹം അവർ ലോകത്തിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവിടെ പ്രയത്നങ്ങൾ സ്മൃതമായി ഭവിക്കട്ടെ. അവിടെ ശുശ്രൂഷ ലഭിക്കുന്നവർ എണ്ണത്തിൽ അവിടെ അർത്ഥവും വിശ്വാസവും പരത്തി സ്വഭാവത്തിന് മൗഢമായി തീരട്ടെ. ആമേൻ. അങ്ങേ വിരോധികളെ ശിക്ഷിക്കുകയും വിശദീകരിക്കണമേ. വധക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സദയം കേൾക്കണമേ. ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ.
ദൈവത്തിന്മേഷമേ നാഥാ പാപം പൊറുക്കണമേ നാഥാ പാപം പൊറുക്കണമേ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിന്മേഷമേ നാഥാ പ്രാർത്ഥന കേൾക്കണമേ നാഥാ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിന്മേഷമേ നാഥാ ഞങ്ങളിൽ കനിയണമേ നാഥാ ഞങ്ങളിൽ കനിയണമേ ആത്മീയവും ശാരീരികവുമായ ലാവനങ്ങളാലും പരിശുദ്ധ കന്യകാമറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായി മാറിയ യോസേഫിന്റെ സകല വിശുദ്ധരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃതങ്ങളിൽ തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭയുടെ അധിപനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ നേതാവായ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അതിരൂപതാധ്യക്ഷനായ മാർ ആന്റണി മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ സുഹൃത്തുക്കളെക്കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങയുടെ ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച്
ഞങ്ങൾ മനസ്തപിക്കുന്നു. അവയ്ക്ക് ഞങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങേക്ക് വേണ്ടി സഹിക്കുവാനും മരിക്കുവാനും തിരുസഭയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും സന്നദ്ധരായ അനേക രക്തസാക്ഷികളെ ഞങ്ങൾക്ക് നൽകിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അവിടെ മാത്രം അനുകരിച്ചുകൊണ്ട് ഉത്തമസ്ഥയെ ജീവിതം നയിക്കുവാനും എല്ലാ സാഹചര്യങ്ങളിലും അങ്ങേക്ക് സാക്ഷി വഹിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആമേൻ. സത്യവിശ്വാസം സംരക്ഷിക്കുവാൻ വേണ്ടി ഉന്നതമായ സ്ഥാനമാനങ്ങളും സകലവിധ ലോകസുഖങ്ങളും സ്വന്തം ജീവിതത്തിലെയും സന്തോഷത്തോടെ ത്യജിക്കുവാനും അവിനയമായ പീഡകൾ സഹിക്കുവാനും അവസാനം രക്തസാക്ഷിയായി മരിക്കുവാനും വിശുദ്ധ സജ്ജമാക്കിയ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തിലുണ്ടാകുന്ന സകലതര പ്രലോഭനങ്ങളെയും ഭീഷണികളെയും ധീരമായി ചേർക്കുവാനും വിശ്വാസത്തിനേക്കാൾ മരണം വഹിക്കുവാനും വിശുദ്ധമാർഗമനുസരിച്ച് എല്ലായിടത്തും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ സന്നദ്ധരാക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഗോതമ്പ് മണി നിലത്ത് വീണ അഴിയാത്ത പക്ഷം അത് ഫലം പുറപ്പെടുകയില്ലെന്ന് കൽപ്പിച്ചയുടെ കർത്താവേ, ത്യാഗപൂർണ്ണമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. വിശ്വസിച്ച് മുഴുവൻ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സകലരോടും കൂടി അങ്ങേ സ്നേഹിക്കുവാനും മുറിവുകൾ വയ്ക്കാതെ യുദ്ധം ചെയ്യുവാനും വിഷമം അന്വേഷിക്കാതെ അധ്വാനിക്കുവാനും പ്രതിഫലം ഊഹിക്കാതെ വേല ചെയ്യുവാനും അങ്ങനെ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും സന്തോഷപൂർവ്വം അങ്ങേക്കായി വേല ചെയ്യുവാനും ഞങ്ങളെ സന്നദ്ധരാക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ശാരീരിക വേദനകളാൽ പരീക്ഷിക്കപ്പെടുകയും പ്രകസ്മാനങ്ങളാൽ പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത റോമാനഗര നിവാസികൾക്ക് അത്ഭുതകരമായ ശരീര സൗഖ്യം ആത്മീയമായ സൗഭാഗ്യം നൽകുവാൻ വിശുദ്ധനെ ഉപകരണമാക്കിയ കർത്താവേ, ശാരീരികമായ രോഗങ്ങളാലും മാനസികമായ പ്രയാസങ്ങളാലും ദുഃഖിതരായിരിക്കുന്ന ഞങ്ങളെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. പാപയുടെ പരിഹാരത്തിനും നരകത്തിൽ രക്ഷയ്ക്കുമായി അടുത്ത ക്ലേശങ്ങളെ കാഴ്ചയ്ക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. യേശുവിൻ പക്കൽ സീതനാം സെബസ്ത്യാനോസേ പുണ്യസൗരഭ്യം വീശി റോമാപുരിയിലെങ്ങും ലാലസിച്ച വിശുദ്ധ പുണ്യ സമ്പന്നരാകാം. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. യേശുവിൻ പക്കൽ സീതനാം സെബസ്ത്യാനോസേ സർവർക്കും സർവമായി മേവിയ പുണ്യദാതാ, ഏവർക്കും തുഷ്ടിക്ക് സമ്മോദം മേവിടുവാൻ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. യേശുവിൻ പക്കൽ സീതനാം സെബസ്ത്യാനോസേ അത്ഭുതങ്ങളാൽ രോഗമുക്തിയേകിയധന്യ, ആത്മീയ രോഗശാന്തിയാലിവർ ധന്യരാകാം. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. യേശുവിൻ പക്കൽ സീതനാം സെബസ്ത്യാനോസേ ഞാൻ ലോകാവസാനം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നും നഗരവാദികളെ സഭയ്ക്കെതിരായി പ്രഥമപ്പെടുകയിൽ നിന്ന് കൽപ്പിച്ചവരെ കൊണ്ട് പരിശുദ്ധാത്മാവ് വഴി സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന ദയാപൂർവം ശ്രമിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും
ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങേ ദാസനായ വിശ്വസ്തയാനോസിനെ മാധ്യസ്ഥം വഴി വിശ്വാസം സംരക്ഷിച്ച് ജീവിക്കുന്നതിനും മരിക്കുന്നതിനും ആവശ്യമായ ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും സകലവിധ പകർച്ചവ്യാധികളിൽ നിന്നും കാത്ത് സംരക്ഷിച്ചുകൊള്ളണമേ. സകലവിധ ചിത്രജീവികളിൽ നിന്നും പൈശാചക്തികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയും രക്ഷപരിപാലിക്കണമേ. അങ്ങേ കൃപയിൽ രക്ഷപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ യാചിക്കുന്ന പ്രത്യേക അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ആമേൻ. മതപീഡനങ്ങൾ സഹിച്ചുകൊണ്ടും ജീവൻ ബലി ചെയ്തുകൊണ്ടും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ രക്തസാക്ഷികളെ സജ്ജമാക്കിയ ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. സ്നേഹന്മാരെ ധൈര്യശാലികളാക്കിയ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നിങ്ങളുടെ മേൽ വർഷിക്കപ്പെടുമാറാകട്ടെ. ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്നും നിങ്ങൾ സംരക്ഷിതരാകട്ടെ. നിർമ്മലമായ ആത്മാവോടും ആരോഗ്യമുള്ള ശരീരത്തോടും കൂടെ ഈ ലോക ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിച്ച് ശുശ്രൂഷ ചെയ്യുവാനും സന്മാർഗത്തിലും വിശ്വാസത്തിലും ഉറച്ചു നിന്നുകൊണ്ട് വിശുദ്ധമായി മരണം കൈവരിക്കുവാനും അവസാനം വിശുദ്ധന്മാരോടും രക്തസാക്ഷികളോടുമൊപ്പം സ്വർഗരാജ്യത്തിൽ ത്രിത്വിക ദൈവത്തെ അനവരതം സ്തുതിക്കുവാനും നിങ്ങൾക്ക് ഇടയാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ബഹുമാനപ്പെട്ട വികാരിയച്ഛനും കൈക്കാരന്മാർക്കും നിങ്ങൾ ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് ഈ ദിനത്തിൽ നന്ദി പറയാനും കൂടി അവസരം വിനിയോഗിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തിരുനാളിൻ്റെ ആശംസകൾ സ്നേഹത്തോടെ നേരിടുന്നു. ഞങ്ങൾക്ക് വേണ്ടി